ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളിതാ തീരുമാനമൊറപ്പിച്ച വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ നമ്മുടെ ഫസ്റ്റ് ഷോപ്പിങ്ങിൻ്റെ വീഡിയോയും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ സെക്കൻഡ് ഷോപ്പിങ്ങിനായിട്ട് പോകണം. നാട്ടിൽ പോകണമെങ്കിൽ എന്തെല്ലാം പരിപാടി സ്റ്റെപ്പായിട്ടാണ് ഞങ്ങൾ ഷോപ്പിംഗ്. ഒന്നാമത്തെ കാര്യം നമുക്ക് ഡെയിലി അങ്ങനെ ഓൾറെഡി ഇല്ല, സമയമില്ല. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് പുറത്തിറങ്ങി പിരിയും ചൂടാണ്. അപ്പോൾ ചൂടൊക്കെ ഒന്ന് ഒതുങ്ങി ഞങ്ങളിതാ പോണ സമയം 6:30 ആകുന്നു. അപ്പോൾ ഈ സമയത്താണ് പോകണം. എപ്പോഴും പുറത്തിറങ്ങാൻ പറ്റുള്ളൂ, അത്രയും ചൂടാണ്. അപ്പോൾ എന്തായാലും സെക്കൻഡ് ഷോപ്പിങ്ങിനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെ ഷോപ്പിംഗ് ചെയ്യണമെന്നൊക്കെ കടകളിൽ ചെന്നിട്ട് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് വാങ്ങിച്ച ഐറ്റംസൊക്കെ കാണിച്ചു തരാം. ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങണം. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഇന്നത്തെ ഷോപ്പിങ്ങിനായിട്ട് ഞാനും ചേട്ടനും മാത്രമേ പോകുന്നുള്ളൂ, 5 പോകുന്നില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ സ്കൂട്ടിക്ക് പോകാമെന്ന് വെച്ചു. അങ്ങനെ ഇതാ സ്കൂട്ടിക്കായിട്ട് ഇന്നത്തെ ഷോപ്പിംഗ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഇതാ ഒരു കടയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കേണ്ടത് കുട്ടികൾക്കുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കുട്ടികൾക്കുള്ള ഡ്രസ്സ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ വാങ്ങിക്കുന്നതാണ്. ഇന്ന് ഞങ്ങൾ കുട്ടികൾക്കൊക്കെ ആയിട്ട് വാങ്ങിക്കുന്ന ഡ്രസ്സ് കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾക്ക് എൻ്റെ മെയിൻ ഷോപ്പിംഗ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ മെയിൻ ഷോപ്പിംഗ് വീഡിയോ ഒരു 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തും. അപ്പോഴേക്കും ഞാൻ എഡിറ്റ് ചെയ്ത് റെഡിയാക്കാം കേട്ടോ. കുട്ടികൾക്കുള്ള ഷോപ്പിംഗ് കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ വേറൊരു കടയിൽ കയറി ചുരിദാർ മെറ്റീരിയൽ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ചുരിദാർ മെറ്റീരിയൽ വാങ്ങിക്കുന്നത് എനിക്കാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ വാങ്ങിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ നോക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈ കടയിൽ ഞങ്ങൾ കുറച്ച് പീസുകളൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ അത് ഓവർ കോസ്റ്റ്ലി ആയിട്ട് തോന്നി. പിന്നെ അത്രയും ഇഷ്ടപ്പെട്ടത് അങ്ങനെ കണ്ടില്ല. അപ്പോൾ നമ്മൾ ഒരു നോർമൽ റേഞ്ചിൻ്റെ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച വന്നത്. അപ്പോൾ അങ്ങനത്തെ നമുക്കിവിടെ കാണാൻ പറ്റിയില്ല. പിന്നെ അങ്ങനത്തെ കണ്ടതൊക്കെ വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഈ കടയിൽ നിന്നൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഞങ്ങൾ വേറൊരു കടയിലേക്ക് കയറി. അവിടെ കാണിച്ചതെല്ലാം ഒരുവിധം നല്ല നോർമൽ റേറ്റിലുള്ള ചുരിദാർ മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായി. നമുക്ക് ഏതെടുക്കണ്ടേന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ഇഷ്ടംപോലെ പീസസ് അവർ കാണിച്ചു. ഓൾറെഡി അവർ നമ്മളറിയുന്ന ഒരു കടക്കാരും കൂടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഇഷ്ടമൊക്കെ അവർക്ക് ഒരു ചെറിയൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അങ്ങനത്തെ ടൈപ്പ് ചുരിദാർ മെറ്റീരിയൽസ് അവർ ഒരുപാട് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ കുറേ നേരമൊക്കെ ഇരുന്ന് നോക്കി അങ്ങനെ കണ്ട് അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഒരു 2-3 സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർ നമുക്ക് ഒത്തിരി പീസസ് കാണിച്ചു തന്നു കേട്ടോ, ഒത്തിരി മെറ്റീരിയൽസ് കാണിച്ചു തന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു മടി ഉണ്ടായിരുന്നില്ല അവർക്ക് കാണിച്ചു തരാനായിട്ട്. നമ്മൾ ഇങ്ങനെ ഇരുന്ന് കണ്ടുപഠിച്ചതല്ലാണ്ട് അവർക്കൊരു മടി ഉണ്ടായിരുന്നില്ല. ഈ കാണിക്കുന്ന ബ്ലൂ ആ കളർ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തയ്ക്കാനായിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങളെ പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റില്ല. ഈ കിടക്കുന്ന ബ്ലൂ പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട കളർ ബ്ലൂ ആണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ബ്ലൂ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി എടുത്ത് കാണിക്കുമ്പോൾ അതിന് ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന്. പിന്നെ ഞാൻ അടുത്ത് സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ പർപ്പിൾ ആട്ടോ. അപ്പൊ ഈ പർപ്പിൾ കളർ ഇപ്പൊ ഈ കാണിക്കുന്നത് അതും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതും തയ്ക്കാനായിട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഒരു കുറെ കോട്ടൺ സ്യൂട്ട് മെറ്റീരിയൽ കാണിച്ചായിരുന്നു. അപ്പൊ കോട്ടണിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പൊ ആ കോട്ടണിന്റെ ഞാൻ എടുത്ത പീസ് അത് ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ അതിന്റെ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റുന്നില്ല. അതും തയ്ക്കാൻ കൊടുത്തിരിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പേയ്മെന്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. പിന്നെ അത് വിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ ടൈം കിട്ടിയില്ല. ഇന്നലെ ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോയി വന്നപ്പോഴേക്കും ഒത്തിരി ലേറ്റായി. പിന്നെ അധികം ഷോപ്പിംഗ് ഒന്നും ഇന്നലെ ചെയ്യാൻ പറ്റില്ല. എനിക്കുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ചുരിദാർ ഷോപ്പിംഗ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ഇത്തിരി ചെറിയ കൊച്ചുങ്ങൾക്കൊക്കെയുള്ള അങ്ങനത്തെ ഒരു കുറച്ച് ഷോപ്പിംഗ് നമ്മുടെ കുട്ടിപ്പെട്ട ആളുകൾക്കൊക്കെ ഉള്ളത് ഇത്തിരി ചെയ്തു. അത്ര ചെയ്യാനും സമയം കിട്ടിയുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒത്തിരി ഇരുട്ടായതുകൊണ്ട് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ചേട്ടനുള്ള ഷോപ്പിംഗ് ആണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ മെയിൻ ഷോപ്പിംഗ് ഉണ്ട്, എല്ലാവർക്കും കൂടിയൊക്കെയുള്ള മെയിൻ ഷോപ്പിംഗ്. അതിൻ്റെ വീഡിയോ ഞാൻ പതുക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ പോയി ചേട്ടനുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ച് പോരാമെന്ന് വിചാരിച്ചങ്ങനെ. ചേട്ടൻ ജീൻസൊക്കെ വാങ്ങിച്ചു. പക്ഷെ ഷർട്ട് കാര്യങ്ങളൊന്നും വാങ്ങിക്കാൻ നമുക്ക് നേരം കിട്ടിയില്ല നോക്കാനൊന്നും. എന്തായാലും ഉണ്ട്, എന്നാലും നാട്ടിൽ പോലെന്ന് ഓർത്തിട്ട് മാത്രം. ചേട്ടന് മടി അങ്ങനെ വാങ്ങിക്കാൻ. നമ്മൾ പെണ്ണുങ്ങൾ വാങ്ങിക്കാൻ അത്രയൊന്നും അങ്ങനെ അവർക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എന്നാലും പിന്നെ നാട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ പലയിടത്തും റിലേറ്റീവ്സിൻ്റെ വീട്ടിലും പലയിടയൊക്കെ കറങ്ങാനൊക്കെ ആയിട്ട് പോകുമല്ലോ. അപ്പോൾ ഒരു ചേഞ്ചിനായിട്ടൊന്ന് മാറ്റി മറിച്ചിടാൻ ഒന്ന് കിട്ടുമെന്ന് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇറങ്ങണം. പോയി വന്നിട്ട് അപ്പോൾ വാങ്ങിച്ച ഐറ്റംസ് പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ചേട്ടൻ്റെ ഷർട്ട് നോക്കാനായിട്ട് ഒരു ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ കുറേ ഷർട്ടും ടീഷർട്ടും ഒക്കെ കാണിച്ചു തന്നു കേട്ടോ. അപ്പം അതിൽ നിന്ന് ടീഷർട്ടൊന്നും ചേട്ടന് അത്ര ഇഷ്ടമായില്ല. ഷർട്ടിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ കടയിൽ പോയി നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആ കടയിൽ നിന്ന് ഒരു ഷർട്ട് വാങ്ങിച്ചതാണ്. അവിടെ നിന്ന് ഇറങ്ങി.
പിന്നെ ഞങ്ങൾ വന്ന് കൊച്ചു കുട്ടികൾക്കൊക്കെയുള്ള ടോയ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഒരു കടയിലേക്ക് കേട്ടോ. അപ്പോൾ വീട്ടിലായാലും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. അപ്പോൾ അവരുടെ കൊച്ചുങ്ങളുടെയൊക്കെ ആയാലും മുഖത്ത് കാണുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭയങ്കര സന്തോഷം. അവരായാലും നമ്മൾ ചെല്ലുന്ന ഒരു സന്തോഷത്തിലാണ് അവർ കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വാങ്ങിക്കാന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ വന്നത്. അപ്പോൾ ഈ കടയിൽ നിന്ന് നമുക്ക് ഒത്തിരി വെറൈറ്റി ഐറ്റംസുകൾ കിട്ടും. അപ്പോൾ ഞങ്ങൾ കുട്ടിപ്പട്ടാളങ്ങൾക്കൊക്കെ ഡിഫറെൻറ്റ് ഐറ്റംസ് നോക്കി സെലക്ട് ചെയ്ത് ഇവിടുന്ന് അങ്ങനെ ഒരു 3-4 കൂട്ടം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എടുത്ത ഐറ്റംസ് എല്ലാം നമ്മൾ ഗിഫ്റ്റ് ബാക്ക് ചെയ്ത് തരണമെന്ന് അവർ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്ത് തന്നേക്കെന്ന് പറഞ്ഞു. കാരണം അങ്ങനെ കൊടുക്കുന്നതാണ് കുട്ടികൾക്കായാലും ഇഷ്ടം. അവർക്ക് ആ ഗിഫ്റ്റൊക്കെ ഒന്ന് തന്നെ പൊട്ടിച്ച് നോക്കാനൊക്കെയുള്ള ഒരു സന്തോഷവും ആഗ്രഹവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ച് അപ്പോൾ അങ്ങനെ അവിടുത്തെ പേയ്മെന്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അടുത്ത കടയിലേക്ക് കയറണം കേട്ടോ. നമ്മൾ ഈ കടയിൽ കയറിയിരിക്കുന്നത് വീണ്ടും ചേട്ടനുള്ള ഷർട്ട് നോക്കാനാണ്. അപ്പോൾ നമുക്കൊരു ഷർട്ട് കിട്ടിയായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ കടയിൽ വന്ന് നോക്കി ഇവിടുന്ന് നമുക്ക് വീണ്ടും 2 ഷർട്ടും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നു. ഇന്നപ്പോൾ ചേട്ടന് വാങ്ങിക്കാനുള്ളത് നമ്മൾ വാങ്ങിക്കാനായിട്ട് മെയിൻലി പോയത്. പിന്നെ വേറെയും കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന് വാങ്ങിച്ച ഐറ്റംസ് ഞാൻ കാണിക്കാം. പിന്നെ ഇന്നലെ ഷോപ്പിങ്ങിന് പോയിട്ട് വാങ്ങിച്ച ഐറ്റംസ് ഒന്നും കാണിക്കാതിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചുരിദാറൊക്കെയാണ് എടുത്തത്. പക്ഷെ അത് എടുത്തിട്ട് മെറ്റീരിയൽ എടുത്തത്. അപ്പോൾ അത് അപ്പം തന്നെ തയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നില്ല, തയ്യൽ കടയിൽ കൊടുത്തേക്കാണ് തയ്ക്കാനായിട്ട്. അപ്പോൾ എന്തായാലും 2-3 ദിവസം എടുക്കും തയ്ച്ച് കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീട്ടിൽ വന്നിട്ട് അത് കാണിച്ചു തരാൻ പറ്റാതിരുന്നത്. പക്ഷെ ചേട്ടനോട് ഷർട്ട് വാങ്ങിച്ചതൊക്കെ ഞാൻ കാണിച്ചു തരാം. അധികമൊന്നും വാങ്ങിച്ചിട്ടില്ല, ചേട്ടൻ 2-3 ദിവസം വാങ്ങിച്ചിട്ടുള്ളൂ. കടയിൽ നിന്ന് തന്നെ ചേട്ടനിട്ട് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ഇതാണ് ഒരു ഷർട്ട്. പിന്നെ ഇതാണ് അടുത്ത ഷർട്ട്. ചേട്ടൻ ഇങ്ങനെ 2 ഷർട്ട് പ്ലെയിൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഷർട്ട് ഞാൻ വെച്ചാൽ ഇത് പ്രിന്റഡ് ആണ്. അവരുടെ പ്രിന്റഡ് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നല്ല പ്രിന്റഡ് ആയിട്ട്. അപ്പോൾ ആ ഷർട്ട് ഇത് നമ്മൾ ആകെ 3 ഷർട്ടാണ് ചേട്ടൻ എടുത്തിരിക്കുന്നത്. ചേട്ടൻ ഇത്രയും മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി വേറെ ഒന്നും നോക്കിയൊന്നുമില്ല. പിന്നെ ടീഷർട്ടൊന്നും നോക്കിയില്ല. 1-2 സ്ഥലത്തൊക്കെ നോക്കി, അതൊന്നും ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ ഷർട്ട് മാത്രം എടുത്ത് അങ്ങനെ പോന്നു. ഇത് എല്ലാം നമ്മൾ എടുത്തിരിക്കുന്ന 3 ഷർട്ടും 1000 താഴെ റേറ്റ് ഉള്ളതാണ്. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് കുറച്ച് ഫ്ലൈറ്റിലും ഒക്കെ നമ്മുടെ യാത്രയ്ക്ക് കാര്യങ്ങൾക്കൊക്കെ വേണ്ട ഐറ്റംസ്, ബ്രഷ് കാര്യങ്ങൾ, പിന്നെ ക്രീം, പിന്നെ വൈപ്സ്, വെറ്റ് വൈപ്സ്, പിന്നെ നമ്മുടെ ലിപ് ബാം, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. ഇനി അത് കിട്ടി വരുമ്പോഴേക്കും ചിലപ്പോൾ ഞങ്ങൾ പോണേൻ്റെ തലേന്ന് ദിവസമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാനത് യൂസ് ചെയ്യുമ്പോഴേ നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇന്ന് ഞങ്ങൾ ചെയ്ത വേറെ കുറച്ചും കൂടെ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഷോപ്പിംഗ് ഐറ്റംസൊക്കെ നമ്മളുടെ മെയിൻ ഷോപ്പിംഗ് വീഡിയോയിൽ വരും കേട്ടോ. മെയിൻ ഷോപ്പിംഗ് വീഡിയോ നമ്മൾ വരുന്നത് 16-ാം തീയതി ആയിരിക്കണം. 16-ാം തീയതിക്ക് ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കണം. കാരണം 16-ാം തീയതിയാണ് ഞങ്ങൾ നാട്ടിലെത്തുന്ന ദിവസം. അന്നാണ് നമ്മൾ വാങ്ങിച്ച ഐറ്റംസൊക്കെ അവർക്ക് കൊടുക്കുന്നത്, റിലേറ്റീവ്സിനൊക്കെ. അപ്പോൾ ഇപ്പോഴേ നമ്മളത് അൺബോക്സ് ചെയ്ത് കാണിച്ചാൽ അത് ഒരു സസ്പെൻസ് ഇല്ലാതെയോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ആ വീഡിയോ എടുത്തില്ല. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു ദിവസം മിക്കവാറും 16th ഇടാനാണ് പ്ലാൻ. അപ്പോഴേക്കും എഡിറ്റ് ചെയ്തൊക്കെ കഴിയുമെങ്കിൽ 16th ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ 2ാമത്തെ ഷോപ്പിംഗ് ഡേയിലത്തെ വിശേഷങ്ങളൊക്കെ ഉള്ളത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു വരുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സിലുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.